കയ്പില്ലാതെ നാരങ്ങ അച്ചാർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 50 ഗ്രാം എണ്ണ ഒഴിക്കുക. അതിലേക്ക് 1 കിലോ നാരങ്ങ, ഇത് പല വലിപ്പത്തിലുള്ളതാണ്, ഇതെൻ്റെ വീട്ടിൽ തന്നെ ഉള്ളതാണ്, അതാണ് ഇങ്ങനെ. ഇത് അതിലേക്കിട്ട് നന്നായി വാട്ടിയെടുക്കുക. ഒരു 10-15 മിനിറ്റ് എന്തായാലും ആവും ഇത്രയും നാരങ്ങ വാട്ടിയെടുക്കണമെങ്കിൽ. ഇപ്പം നന്നായി വാടി വന്നിട്ടുണ്ട്. ഓരോ നാരങ്ങയും ഇങ്ങനെ ചുളിഞ്ഞിട്ടുണ്ടാവും, അതിൻ്റെ സൈസൊക്കെ കുറയും. അപ്പം നന്നായി വാടി. ഇനി ഇത് ചെറുതായി കട്ട് ചെയ്യാം. ചെറുതൊക്കെ 4 പീസ് മതി, അല്ലാത്തത് 8 പീസോ 10 പീസോ നമ്മളെ ഇഷ്ടാനുസരണം. ഇനി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ 100 എണ്ണ ഒഴിക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കടുക്. അത് പൊട്ടി കഴിയുമ്പോൾ 4 വറ്റൽമുളക്, 1 പിടി വെളുത്തുള്ളി, 1 പിടി ഇഞ്ചി, ഒരു 10 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. ഇത് മൂന്നും അതിലിട്ട് മിക്സ് ചെയ്ത് നന്നായി വഴറ്റുക. കറിവേപ്പ് 2 തണ്ട്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, കാശ്മീരി ചില്ലി 4 ടീസ്പൂണ്, വലിയ ടീസ്പൂണാണ്. പിന്നെ കായപ്പൊടി 1/2 ടീസ്പൂണ്, കുരുമുളക് പൊടി 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ വഴറ്റുക. അതിലേക്ക് വിനീഗർ 250 മില്ലി വിനീഗർ ഒഴിക്കുക. കുറച്ച് ഉപ്പിടുക, പാകത്തിന് ഉപ്പിട്ട്. നാരങ്ങയിൽ ഉപ്പിട്ടിട്ടില്ല, അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഇട്ടാലും നല്ലതാണ്. എന്തായാലും ഉപ്പും പുളിയൊക്കെ പിടിക്കുമ്പോൾ ഒരു 4-5 ദിവസം ആവും. പിന്നെ പഞ്ചസാര 2 ടീസ്പൂണ്. നന്നായി മിക്സ് ചെയ്യുക. വിനീഗർ പോരെങ്കിൽ കുറച്ചും കൂടെ ഒഴിക്കാം. ഇപ്പം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് കയ്പില്ലാന്ന് പറയാൻ കാരണം വെള്ളത്തിലും ആവിയിലും വാട്ടാതെ എണ്ണയിൽ വാട്ടുകയാണെങ്കിൽ ഇതേപോലെ കയ്പില്ലാത്ത അച്ചാർ ഉണ്ടാക്കാം.